നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു 4 മാസം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴെ തന്നെ 3 മുന്നണികളിലും പുതിയ ചുവടുവയ്പ്പുകൾ തുടങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ആവേശ കൊടുമുടിയിലേക്ക് കയറിയിരിക്കുകയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വീഴ്ച പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ച് വീഴ്ച പഠിക്കും. ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ നടപടിയെടുക്കും. അതിങ്ങനെ പോകും. അത് ഇനിയും വീഴ്ച സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്കും ഒക്കെയുള്ള നീക്കം നടത്തും. ഇതേ അവസരത്തിൽ UDF ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആവേശവും കുതിപ്പും തുടരാനായിട്ട് വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു 3 മുന്നണികളിലും ഈ മുന്നൊരുക്കത്തിൻ്റെ കാര്യത്തിൽ UDF ആണോ മുമ്പിൽ നിൽക്കുന്നതെന്നൊരു സംശയമുണ്ട്. കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ടെമ്പോ അത് കളയാതെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ പ്രതീക്ഷിച്ചതിന് അപ്പുറമുള്ള വിജയമാണ് അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. നിയമസഭയിൽ 100 സീറ്റാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നാണ് VD സതീശൻ അവകാശപ്പെടുന്നത്. പലരും അതിനെ പരിഹസിക്കുന്നുണ്ട്, പുച്ഛിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 100 ഇല്ലെങ്കിലും ഒരു 80 മുതൽ നമുക്ക് അങ്ങോട്ട് കൂട്ടാം. അതുപോലെ തന്നെയാണ് അടുത്ത ചുവടാണ് BJPക്ക് അതിപ്രധാനമായിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു ലോക്സഭ സീറ്റ് പിടിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവര് ഒരു കോർപ്പറേഷൻ കിട്ടി. 2 നഗരസഭകളിലും 28ഓളം ഗ്രാമപഞ്ചായത്തുകളിലും ഭരണവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അടുത്ത ഒരു ചുവട് തന്നെ എന്ന് പറയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് തലസ്ഥാനം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഭരണം കിട്ടുന്നതിന് തുല്യമാണ്. അപ്പൊ ആരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ ഗെയിമുമായിട്ട് BJP ഇറങ്ങും. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കിട്ടിയ ഒരു വലിയ മാറ്റമാണ് ഇതെന്ന് പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷമാണല്ലോ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹം വന്നതിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിലൊരു മുന്നേറ്റം കുറിച്ചു. ഇനി അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പ്രധാനമന്ത്രിയെ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിക്കും. അതിനുള്ള നീക്കമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ശബരിമല വിഷയം കത്തിക്കാളിക്കുകയും ചെയ്യുമെന്നുള്ള മട്ടിലാണ് BJP മുമ്പോട്ട് പോകുന്നത്. 2019 ശബരിമല യുവതീ പ്രവേശം ഗുണഭോക്താക്കളായി മാറിയത് കോൺഗ്രസ്സുകാരാണ്. അവർ ഗ്യാലറിയിലിരുന്ന് കളി കണ്ടവർ മാത്രമായിരുന്നു. പക്ഷെ ഇക്കുറി അതല്ല. ഇക്കുറി BJP അതിൻ്റെ ഗുണഭോക്താക്കളായി മാറും എന്നാണ് പലരുടെയും കണക്കുകൂട്ടൽ തന്നെ. പ്രത്യേകിച്ച് കേരളത്തില് അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുപോലെ തന്നെ പിണറായി വിരുദ്ധ തരംഗവുമുണ്ട്. ഇത് രണ്ടും കൂടിയാകുമ്പോൾ LDFന് വലിയ തകർച്ച സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ UDF ആണെന്നെങ്കിൽ മുന്നണി വിപുലീകരണത്തിലേക്ക് വരെ കടന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ പഴയ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി പറയുന്നുണ്ട്, UDF അങ്ങനെ ഈ വഴിയമ്പലം ഒന്നും ആക്കരുത്. വരുന്നവർക്കും പോകുന്നവർക്കും കയറിയിരിക്കാനുള്ള ഇടമായിട്ട് അതിനെ കാണരുത്. വരുന്നവരെല്ലാം കുറഞ്ഞതൊരു MLA സ്ഥാനമെങ്കിലും മുമ്പിൽ കണ്ടുകൊണ്ടാണ്. ഇവരെ എല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല. ഇപ്പൊ PV അൻവറും CK ജാനും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെല്ലാം എന്താണ് ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഘടകകക്ഷിയായിട്ട് എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ്. ഇപ്പൊ KK രമയും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇതിലെ ഓരോരുത്തരെയും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ UDFന്റെ തണലിൽ വരുന്നത് എന്തിനു വേണ്ടിയാണ്? അതിൽ നിന്നുകൊണ്ട്
MLA സ്ഥാനം നേടുക, മന്ത്രി പദവിയിലേക്ക് വരെ എത്തുക എന്നുള്ളതാണ്. എന്നിട്ട് CPM-നോട് പകരം വീട്ടുക എന്നുള്ളതാണ് അൻവർ ലക്ഷ്യം വെക്കുന്നത്. അൻവറും CK ജാനു ഒന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും വലിയ ഗംഭീര പ്രകടനമൊന്നും കാണിച്ചവരല്ല. CK ജാനു NDAയിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നുള്ള കാരണത്താലാണ് മുന്നണി വിട്ടു വന്നിരിക്കുന്നത്. അത് ഒരുപക്ഷെ CK ജാനുവിൻ്റെ വരവ് UDF-ന് ഗുണകരമാക്കി മാറ്റാൻ കഴിയും. വയനാട് മേഖലയിലുള്ള ആദിവാസി ജനവിഭാഗത്തിൻ്റെ ഇടയിൽ നിന്ന് അത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് മുന്നണിക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ നിലമ്പൂരും സമീപ പ്രദേശങ്ങളിൽ നിന്നും അൻവറിനുണ്ടാകുന്ന ഒരു മൈലേജ് ഉണ്ട്. അൻവർ ഇപ്പം നോട്ടമിട്ടിരിക്കുന്നത് തന്നെ ബേപ്പൂർ മണ്ഡലമാണ്. ബേപ്പൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് മന്ത്രിയായിട്ടുള്ള ഭാവി മുഖ്യമന്ത്രി പോലും ചിലരൊക്കെ സ്വപ്നം കണ്ടു നടക്കുന്ന റിയാസാണ്. നമ്മുടെ കാരണഭൂതൻ്റെ മരുമകനുമാണ്. അപ്പോൾ ഒന്നുകിൽ ബേപ്പൂർ മത്സരിക്കുക, അല്ലെങ്കിൽ തവന്നൂരിൽ നമ്മുടെ KT ജലീലാണ്. KT ജലീൽ 2021 വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബേപ്പൂരിൽ മത്സരിക്കാനാണ് അൻവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അത് ഇദ്ദേഹത്തിനോട്, മന്ത്രി റിയാസിനോടുള്ള ഒരു അരിശം തീർക്കാൻ വേണ്ടി തന്നെയാണ്. മന്ത്രി റിയാസ് കഴിഞ്ഞ തവണ 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് വിജയിച്ചത്. പക്ഷേ അവിടെ ബേപ്പൂർ എന്ന് പറയുന്നത് ഒരു CPM-ൻ്റെ അടിത്തറ ഉള്ള ഇടം കൂടിയാണ്. പഴയ ഗോലിബി സഖ്യത്തിൻ്റെ ഇടം കൂടിയാണെന്ന് ഓർക്കണം. പക്ഷേ എത്ര അടിത്തറ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അടിത്തറയിലൊക്കെ തന്നെ വിള്ളൽ വീണിട്ടുണ്ട് എന്ന് പാർട്ടി നേതൃത്വം തന്നെ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അത് മുതലാക്കാൻ കഴിയും എന്നാണ് അൻവറിൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെ മന്ത്രി റിയാസിനെ തോൽപ്പിച്ച് ബേപ്പൂരിൽ നിന്ന് അൻവർ വിജയിച്ചു വരികയും UDF അധികാരത്തിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ അൻവർ നന്നായിട്ട് വിലപേശൽ നടത്തും. അതിന് യാതൊരു മാറ്റവുമില്ല. വിലപേശലിൻ്റെ കാര്യത്തിൽ അൻവർ സമർത്ഥൻ തന്നെയാണ്. അതുപോലെ UDF മുന്നണി വിപുലീകരണം നടത്തിക്കൊണ്ടേയിരിക്കുമെന്ന് VD സതീശൻ പറയുന്നുണ്ടെങ്കിലും ഈ മുന്നിൽ പ്രധാനമായിട്ട് കാണുന്നത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെയാണ്. ജോസ് കെ മാണിയെ ഇനിയും അങ്ങോട്ട് വിളിക്കാൻ പോകണ്ട എന്നാണ് സതീശൻ പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കയറി വരട്ടെ, ദാ ഇവിടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി ഇനിയിപ്പോൾ എന്തായാലും LDF-ൽ തുടരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനിടയ്ക്ക് NDAയുമായിട്ട് രഹസ്യ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വിവരവും പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അതുമാകും. കേരള കോൺഗ്രസിൽ മാണി വിഭാഗത്തിൽ ഒരു പിളർപ്പും അനിവാര്യമായി വരും. സ്വാഭാവികമായിട്ടത് സംഭവിക്കും. കാരണം ജോസ് കെ മാണി ചില താല്പര്യങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പാർട്ടി അവിടെ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പിളരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റം വരും. BJP വളരെ തന്ത്രപൂർവ്വമാണ് നീങ്ങുന്നത്. അവരുടെ ചുവടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നിയമസഭയാണ് അവരുടെ പോരാട്ടം മുഴുവൻ. അത്തരത്തിലുള്ള മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അടുത്ത നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.